മായയുടെ ജീവിതത്തിൽ കോടതി വിധിയും വിവാഹമോചനവും കഴിഞ്ഞ് സമാധാനത്തിന്റെ ഒരു തുരുത്ത് കണ്ടു തുടങ്ങുമ്പോഴാണ് വീടിനുള്ളിൽ അർച്ചനയുടെ പുതിയ തന്ത്രങ്ങൾ പുകയാൻ തുടങ്ങിയത്. മായ സ്വന്തമായ ഒരു ജോലി കണ്ടെത്തി തൻ്റെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ തയ്യാറെടുക്കുന്നത് അർച്ചനയ്ക്കത്ര പിടിച്ചിരുന്നില്ല. മായയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പടിയിറക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഒരു ദിവസം രാത്രി ഉമ്മറത്ത് രാഘവൻ നായരും നിതിനും സംസാരിച്ചിരിക്കുമ്പോഴാണ് അർച്ചന തൻ്റെ പ്ലാൻ അവതരിപ്പിച്ചത്. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. മായ ഇങ്ങനെ എത്ര കാലം ഈ മുറിക്കുള്ളിൽ അടച്ചിരിക്കും? അവൾക്ക് പ്രായമേറി വരികയാണ്. ഇനിയും നമുക്ക് അവളെ ഇങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു അകന്ന ബന്ധത്തിൽ ഒരു അമ്മാവനുണ്ട്. പേര് ഭാസ്കരൻ. പുള്ളിക്ക് കുറച്ച് പ്രായമുണ്ടെങ്കിലും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. നല്ല സ്വത്തുണ്ട്. മായയെയും അവളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. മായ രണ്ടാമതൊന്ന് കെട്ടിച്ചയച്ചാൽ നമ്മുടെയും അവളുടെയും ഭാരമൊഴിയുമല്ലോ. അർച്ചനയുടെ വാക്കുകൾ കേട്ട് രാഘവൻ നായർ ഒന്നു ഞെട്ടി. അതൊക്കെ വേണോ മോളെ? അവൾ ഇപ്പോഴല്ലേ ആ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ഉടനെ മറ്റൊരു വിവാഹം? പക്ഷെ അർച്ചന വിട്ടില്ല. അവൾ നിതിനെ സ്വാധീനിക്കാൻ നോക്കി. നിതിനേട്ടാ, നിങ്ങൾക്കെങ്കിലും ഇതൊന്ന് ആലോചിച്ചുകൂടെ? നാളെ നമുക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ സൗകര്യങ്ങൾ കുറയില്ലേ? മായ സ്വന്തം കാലിൽ നിൽക്കുമെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലാണോ? ഈ സംസാരം മുറിയിലിരുന്ന് കേട്ട മായയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അവൾ ഉമ്മറത്തേക്ക് വന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് ആരെയും കല്യാണം കഴിക്കണ്ട. അർച്ചന ഇങ്ങനെയുള്ള ആലോചനകൾ ഇനി ഇവിടെ കൊണ്ടുവരരുത്. എനിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ അറിയാം. അതോടെ വീട്ടിൽ വലിയൊരു തർക്കമായി. അർച്ചനയുടെ വാശിയും മായയുടെ നിശ്ചയദാർഢ്യവും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ അവിടെ നടന്നു. അർച്ചനയുടെ കുശുമ്പും വിവാഹാലോചനകളും കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് മായ നീതുവിനെ കാണാൻ അവരുടെ വീട്ടിലെത്തിയത്. അവിടെ വിശ്വനാഥൻ അങ്കിൾ വല്ലാതെ തളർന്നിരിക്കുന്നത് മായ കണ്ടു. അദ്ദേഹം മായയെ മാറ്റി നിർത്തി പതുക്കെ പറഞ്ഞു, മോളെ മായേ, നീതുവിനെ ഇങ്ങനെ കാണാൻ എനിക്ക് വയ്യ. ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഈ ലോകത്ത് ആരാണുള്ളത്? ഒരാലോചന വന്നിട്ടുണ്ട്. പക്ഷേ അവൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല. നീ ഒന്ന് അവളോട് സംസാരിക്കണം. നീ പറഞ്ഞാൽ അവൾ കേൾക്കും. മായ മറുപടി എന്നോണം ഒന്ന് തലയാട്ടി. മായ പതുക്കെ നീതുവിൻ്റെ മുറിയിലേക്ക് നടന്നു. ജനാലയ്ക്കൽ ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു നീതു. അവളുടെ മുഖത്ത് ആ പഴയ പ്രസരിപ്പില്ല. പകരം ഒരുതരം മരവിപ്പാണ്. മായ അവളുടെ തോളിൽ കൈവച്ചു. നീതു, അങ്കിൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞു. നീ ഒന്നും മിണ്ടുന്നില്ലെന്ന്. നീതു പതുക്കെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മായയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കറിയാം മായേ, അച്ഛനും അമ്മ ഇതിനെപ്പറ്റി ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്ന്. ഈ വീടിൻ്റെ സമാധാനം പോയത് എൻ്റെ വാശി കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇനി അവരെ സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ കല്യാണത്തിൻ്റെ സമ്മതമാണ്. മായയ്ക്ക് അത്ഭുതം അടക്കാനായില്ല. നീ ശരിക്കും പറയുകയാണോ നീതു? ആരെയാ നീ വിവാഹം കഴിക്കുന്നത്? ആരോടാ നമുക്ക് സമ്മതമാണെന്ന് പറയേണ്ടത്? നീതു പതുക്കെ കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ചോദിച്ചു, നിനക്കറിയില്ലേ മായേ, എൻ്റെ അപ്പച്ചിയുടെ മകൻ മനുവേട്ടനെ? മായ ഒന്ന് ആലോചിച്ചു. മനുവേട്ടനോ? ആ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്റെ പുറകെ നടന്നിരുന്ന? നീതുവിൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു. അതെ, പണ്ട് ഞാൻ മനുവേട്ടനെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പുറകെ നടക്കുമ്പോൾ വായ നോക്കി എന്നൊക്കെയായിരുന്നു ഞാൻ പണ്ട് വിളിച്ചിരുന്നത്. പുള്ളിക്ക് പണ്ടേ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അയാളെ കാണുന്നത് പോലും കലിയായിരുന്നു. എപ്പോഴും കളിയാക്കുമായിരുന്നു ഞാൻ. നീതു കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ വിതുമ്പിക്കൊണ്ട് തുടർന്നു, പക്ഷേ മായേ, എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും അയാൾക്ക് എന്നെ വേണം. ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥയിലും അയാൾ എന്നെ സ്നേഹിക്കുന്നു മായേ. നീതു മായയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മായയുടെ കണ്ണുകളും നിറഞ്ഞു. മനുവേട്ടൻ്റെ ആ വലിയ മനസ്സ് മായയെ വല്ലാതെ സ്പർശിച്ചു. സിദ്ധുവിനെ പോലൊരു ചതിയനെ കണ്ട മായയ്ക്ക് മനുവേട്ടൻ ഒരു അത്ഭുതമായി തോന്നി. മായ നീതുവിൻ്റെ വീട്ടിൽ നിന്നും തിരികെ എത്തുമ്പോൾ സന്ധ്യ മയങ്ങിയിരുന്നു. മനസ്സ് നിറയെ നീതു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. മനുവേട്ടനെ പോലെ ഒരാൾ ഈ കാലത്തും ഉണ്ടല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി.
എന്നാൽ സ്വന്തം വീടിൻ്റെ പടിവാതിൽക്കിലെത്തിയപ്പോൾ തന്നെ അവളുടെ ഉള്ളിലെ ആ സമാധാനം കെട്ടുപോയി. ഉമ്മറത്ത് അർച്ചന അക്ഷമയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. മായയെ കണ്ടതും പുച്ഛത്തോടെ ഒരു നോട്ടം നോക്കി. ഓ, എഴുന്നള്ളിയോ? നീതുവിൻ്റെ വീട്ടിൽ പോയി അവളുടെ സങ്കടം കേട്ട് തീർന്നില്ലേ? നിനക്ക് സ്വന്തം കാര്യം ആലോചിക്കാൻ നേരമില്ലെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ. മായ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാനാഞ്ഞു. പക്ഷെ അർച്ചന വഴി തടഞ്ഞു നിന്നു. മായേ, നീ കേൾക്കുന്നുണ്ടോ? അച്ഛനോട് ഞാൻ ആ ഫാസറിൻ്റെ അമ്മാവൻ്റെ കാര്യം സംസാരിച്ചു. പുള്ളിക്ക് നിന്നെ കാണണമെന്നുണ്ട്. നിനക്ക് പ്രായമേറി വരികയാണ്. കൂട്ടിനൊരു കുഞ്ഞുമുണ്ട്. ഈ അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായ ഒരാൾ വരുമ്പോൾ നീ ഇങ്ങനെ മുഖം തിരിക്കുന്നത് ശരിയല്ല. മായ ഒന്ന് നിന്നു. അവളുടെ മുഖത്ത് ദേഷ്യത്തെക്കാൾ കൂടുതൽ മടുപ്പായിരുന്നു. അർച്ചനെ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട. എൻ്റെ കുഞ്ഞ് ജനിക്കട്ടെ. എനിക്ക് സമാധാനമായി ഇവിടെ കഴിയണം. സമാധാനമോ? അർച്ചന ചിരിച്ചു. നിന്റെ ഈ സമാധാനം കാരണം നിതിനേട്ടൻ്റെ ശമ്പളം മുഴുവൻ ആശുപത്രിയിലും വക്കീലിനുമായി പോവുകയാണ്. ഭാസ്കറിൻ്റെ അമ്മാവൻ നല്ല സ്വത്തുണ്ട്. പുള്ളി നിന്നെ പൊന്നുപോലെ നോക്കും. അച്ഛനും ഇതിനോട് യോജിപ്പാണ്. അർച്ചന പറഞ്ഞത് കേട്ട് മായ ഉമ്മറത്തേക്ക് നോക്കി. അവിടെ അച്ഛൻ രാഘവൻ നായർ ഇരിക്കുന്നുണ്ടായിരുന്നു. മകളുടെ മുഖത്തേക്ക് നോക്കാൻ മടിക്കുന്നത് പോലെ അദ്ദേഹം തല താഴ്ത്തി. അച്ഛാ, അച്ഛനും ഇങ്ങനെയാണോ വിചാരിക്കുന്നത്? ഞാനിവിടെ നിൽക്കുന്നത് അച്ഛന് ഭാരമാണോ? മായയുടെ ശബ്ദം വിറച്ചു. രാഘവൻ നായർ പതുക്കെ പറഞ്ഞു. അതല്ല മോളെ, നിനക്കും ഒരു ജീവിതം വേണ്ടേ? എപ്പോഴും ഇങ്ങനെ തനിയെ നിൽക്കാൻ പറ്റുമോ? നീതുവിന് പോലും ഒരു ജീവിതം കിട്ടിയല്ലോ. അച്ഛൻ, നീതുവിനെ കിട്ടിയത് മനുവേട്ടിനെ പോലെ ഒരാളെയാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ നോക്കാം. അല്ലാതെ അർച്ചനയുടെ ബന്ധുവായതുകൊണ്ട് മാത്രം ഒരാളുടെ കൂടെ പോകാൻ എനിക്ക് പറ്റില്ല. മായ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അർച്ചനയുടെ മുഖം ചുവന്നു. ഓ, അപ്പോൾ മനുവേട്ടനെ പോലെ ഒരാൾ വരണമെന്നാണോ? നീതു ഭാഗ്യവതിയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ആകില്ല. നീ ആ ഭാസ്കറിൻ്റെ അമ്മാവനെ ഒന്ന് കാണാൻ തയ്യാറാവണം. അത് നിന്റെ നല്ലതിനാണ്. അർച്ചന അവിടെ ഒരു യുദ്ധം തന്നെ തുടങ്ങുകയായിരുന്നു. മായയെ സമ്മതിപ്പിക്കാൻ അവൾ ഓരോ അടവുകൾ പയറ്റി. പിറ്റേ ദിവസം രാവിലെ മായ അറിയാതെ തന്നെ അർച്ചന ആ ഭാസ്കറിൻ്റെ അമ്മാവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. മായ മുറിയിലിരിക്കുമ്പോഴാണ് ഉമ്മറത്തൊരാളുടെ ശബ്ദം കേട്ടത്. കട്ടി മീശയും നരച്ച മുടിയുമുള്ള പ്രായം തോന്നിക്കുന്ന ഒരാൾ അർച്ചനയോട് ചിരിച്ച് സംസാരിക്കുന്നു. അതാണ് ഭാസ്കരൻ. മായ ഇത് കണ്ടതും മുറിയിൽ കയറി വാതിലടച്ചു. മായേ, പുറത്തേക്ക് വാ, അമ്മാവൻ വന്നിട്ടുണ്ട്. അർച്ചന വാതിലിൽ മുട്ടി. എനിക്ക് ആരെയും കാണണ്ട. നീ അയാളെ ഇങ്ങോട്ട് വിളിച്ചത് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ. നീ തന്നെ അയാളോട് സംസാരിച്ചോ, മായ അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. പുറത്ത് അർച്ചനയും ഭാസ്കരനും തമ്മിൽ എന്തൊക്കെയോ പിറുവിറുക്കുന്നത് മായ കേട്ടു. അർച്ചനയ്ക്ക് വല്ലാത്ത അപമാനം തോന്നി. അവൾ നിതിനോട് പരാതി പറയാൻ തുടങ്ങി. വീട്ടിൽ വീണ്ടും വഴക്കുകൾ പുകഞ്ഞു. ഇതിനിടയിൽ നീതുവിൻ്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. മനുവേട്ടനെ കുറിച്ച് നീതു മായയോടെ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. നീതുവിനെ കിട്ടിയ ആ വലിയ സ്നേഹം കാണുമ്പോൾ മായയുടെ ഉള്ളിൽ ഒരു ആശ്വാസമുണ്ടായിരുന്നു. എങ്കിലും സ്വന്തം വീട്ടിലെ ഈ യുദ്ധം അവളെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു.